കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നെ തടഞ്ഞു വെച്ചു. വിശുദ്ധ ഖുർആൻ വരുത്താവുന്ന 10 പരിവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കിട്ടണം, ആഗ്രഹിക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം. അയാൾ എന്നെ തടഞ്ഞു നിർത്തി. ഒരു ചെറുപ്പക്കാരൻ. അയാൾ പറഞ്ഞു, എൻ്റെ മൂത്ത മകൾ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, സാരല്ല, നിങ്ങൾ ക്ഷമിക്ക്. അയാളിനോട് പറഞ്ഞ്, ഇത് പറയാനല്ല ഞങ്ങളോട് പറയുന്നത്. ഞാൻ നിങ്ങളുടെ സംസാരത്തിൽ വന്ന ഒരു വാക്ക് എൻ്റെ മകളിൽ പ്രയോഗവൽക്കരിച്ചപ്പോൾ എനിക്ക് അത്ഭുതം കാണാൻ സാധിച്ചു എന്നാണ്. ഓട്ടിസം ബാധിച്ച ഈ കുട്ടി, ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ട്, നോർമൽ സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കതിൽ സങ്കടമില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ, വിശേഷിച്ചും ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസിന്റെ ഖുർആൻ ആ കുട്ടിയുടെ മുമ്പിലേക്ക് ഞാൻ പ്ലേ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകും. നിങ്ങൾ എന്നോട് സമ്മതിച്ചേ തീരൂ. നിങ്ങളുടെ ബുദ്ധിക്കോ സാമർഥ്യത്തിനോ ഖുർആനുമായി ഒരു ബന്ധമില്ല, മറിച്ച് ഹൃദയത്തിനാണ് ബന്ധം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വിശുദ്ധ ഖുർആൻ ഹൃദയം തുറന്ന് നാം പഠിക്കാൻ സന്നദ്ധമായാൽ നമ്മളെല്ലാവരും മാറും. നിനക്ക് ഉറപ്പുണ്ട്, ചർച്ച നടത്താൻ സമയമുണ്ടാവില്ല.